കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസിൽ പ്രതി അനൂപ് മാലിക്കിനെ പോലീസ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്യുമെന്നറിയുന്നു. നിർമ്മിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഇയാൾ ആർക്കാണ് എത്തിക്കുന്നതെന്ന് വ്യക്തത വരുത്തണം. അതേപോലെ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇയാൾ സ്ഫോടക വസ്തുക്കൾ നൽകുന്നുണ്ടോ എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. അരുൺ പൂപ്പറമ്പ് മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഇയാളുടെ വിവരങ്ങൾ, വിശദാംശങ്ങളൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. SKN ഇന്നലെ വൈകിട്ടാണ് അനൂപ് മാലിക്കിനെ കാഞ്ഞങ്ങാട് നിന്ന് പോലീസ് പിടികൂടിയത്. കർണാടകയിൽ മംഗളൂരുവിലേക്ക് കടക്കുന്നതിന് വേണ്ടി, രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനിടെയാണ് കാഞ്ഞങ്ങാട് നിന്ന് ഈ ഫോൺ ട്രേസ് ചെയ്ത് ഇയാളെ പോലീസ് പിടികൂടിയത്. അതിനുശേഷം കണ്ണപുരം സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണപുരം പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ അല്പസമയത്തിനകം അയാളുടെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ഇന്നലെ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് മാത്രമേ പോലീസിന് സമയം ലഭിച്ചിട്ടുള്ളൂ. ഇത് ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് ഇന്നലെ അന്വേഷണം കൈമാറിയത്. ഇത് അല്പം കൂടി ഗൗരവമുള്ള കേസായതുകൊണ്ട് തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണം കൈമാറിയിട്ടുള്ളത്. എന്തായാലും ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക. ഇതിൽ പ്രധാനപ്പെട്ട ചില 3 കാര്യങ്ങളിലാണ് പോലീസിന് വ്യക്തത ഉണ്ടാവേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടത് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ, വാടക വീടെടുത്ത് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഇയാൾ എന്തിനാണ് ശേഖരിച്ചത്? ആർക്കാണ് ഇയാൾ എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയാണ് ഇയാൾ ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് ഈ വാടക വീട്ടിൽ ശേഖരിച്ചതെന്നാണ് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സ്ഫോടക വസ്തുക്കൾ, പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അയാൾ എവിടെ നിന്നാണ് എത്തിക്കുന്നത്? എങ്ങനെയാണ് ഈ ഒരു കണ്ണപുരം കീഴറ പോലുള്ള ഗ്രാമപ്രദേശത്തേക്ക് ഇത്തരം സാധനങ്ങൾ അയാൾ എത്തിച്ചുകൊണ്ടിരുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരണം. മറ്റാരുടെയെങ്കിലും സഹായം, കൂടുതൽ ആൾക്കാർ ഈ സംഘത്തിലുണ്ട്, ഇതൊരു സംഘമായി തന്നെ പ്രവർത്തിക്കുന്നതാണോ എന്ന കാര്യത്തിലും പോലീസിന് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പോലീസിൻ്റെ ചോദ്യം ചെയ്യലുണ്ടാവുക, അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലുണ്ടാവുക. ഇയാളുടെ ഒരു പശ്ചാത്തലം കൂടി പോലീസ് ഇന്നലെ അതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തുവിട്ടിരുന്നു. ഇയാൾ സ്ഥിരം ഇത്തരം എക്സ്പ്ലോസീവ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ് എന്ന വിവരം പോലീസ് ഇന്നലെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇയാൾക്കെതിരെ 6 കേസുകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഈ സ്ഫോടക വസ്തു നിരോധിത നിയമപ്രകാരമുള്ള 6 കേസുകൾ ഉണ്ട്. 2016 കണ്ണൂരിൽ തന്നെ വെച്ച് നടന്ന മറ്റൊരു പുഴാതിയിൽ വെച്ച് നടന്ന ഒരു വീട്ടിൽ വെച്ച് നടന്ന സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇയാൾ പ്രതിയാണ്. അന്ന് അയാളുടെ കുടുംബാംഗങ്ങൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇത്തരം കുറ്റകൃത്യങ്ങൾ സ്ഥിരമായി ഏർപ്പെടുന്ന ആൾ, ഇപ്പോഴും അത്തരം കേസുകളിലെല്ലാം ഉൾപ്പെട്ടയാൾ ഇപ്പോഴും ഇത്തരം സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുകയും ശേഖരിക്കുകയും അത് വിൽപ്പന നടത്തുകയൊക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ അത് നമ്മുടെ പോലീസിൻ്റെ ഒരു നടപടി, അല്ലെങ്കിൽ പോലീസ് അത്തരം പരിശോധനകളുടെ ഒരു വീഴ്ചയായി കൂടി വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഗൗരവ സ്വഭാവത്തിലാണ് നിലവിൽ ഈ കേസിനെ, ഒരാൾ കൊല്ലപ്പെട്ട ഈ കീഴറയിലെ സ്ഫോടനത്തെ പോലീസ് കാണുന്നത്. അതുകൊണ്ടാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ACPക്ക് ഇതിൻ്റെ അന്വേഷണ ചുമതല നൽകുകയും വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ളത്. അല്പസമയത്തിനകം ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതിനുശേഷം ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് ഉൾപ്പെടെ ഇയാളെ തെളിവെടുപ്പിന് കൂടി ഇന്ന് കൊണ്ടുപോയേക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. SK. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.